മുത്തുമണികളെ നമ്മൾ ഇന്നത്തെ വൈബോർക്ക് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഏറ്റില്ലേ ഈ വീടിൻ്റെ ഇവിടുന്ന് കണ്ടില്ലേ നമ്മൾ ആദ്യം മുതൽ കാണിച്ചില്ലേ ഈ കാണുന്ന കംപ്ലീറ്റ് ഏറ്റുമ്പോൾ കംപ്ലീറ്റ് കാടും പുല്ലും വെട്ടി വൃത്തിയാക്കുക മിയാക്കുക ഇതെൻ്റെ നാട്ടിലട്ടോ ചുള്ളിക്കോട് വല്ലാത്ത കംപ്ലീറ്റ് എന്ത് ചെയ്യുക വെട്ടിയിട്ട് വൃത്തിയാക്കുക മിയാക്കുക എല്ലാത്തിൻ്റെ ബിഫോർ ആഫ്റ്റർ ഉണ്ടാവും നഷ്ടം ഉണ്ടാവും ഫുള്ള് കണ്ടോളി. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഈ തൊളഹൻ്റെ കൂടെ ഒരു സംഭവം വരുന്നുണ്ട്. മുകളിൽ വെള്ളം മഴ പെയ്യണ വെള്ളം എന്താണ് ഇതിനുള്ള കൂടെ വരികയാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് ചെക്ക് ചെയ്യണം. ഇതാണ് ഇല്ലാത്തൊരു സംഭവമാണ് ഉച്ചാഴിൻ്റെ മടയിൽ ഫോട്ടോഷൂട്ടിന് പറ്റില്ല. അങ്ങനെ നമ്മളെന്ത് ചെയ്ത് ആദ്യം കാട് പണി തുടങ്ങിയിട്ട് കാട് വെട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം കാണാൻ കഴിയണം. പിന്നെ അത് എൻ്റെ നാട്ടിലെ മുത്തുമണി ചുള്ളിക്കോട്ട മുത്തുമണികൾ ഒരുപാട് നമ്മളെ വർക്ക് നോക്കി കണ്ടില്ലേ പ്രായമുള്ളവരും പ്രായമില്ലാത്തവരൊക്കെ ഉണ്ട്. എന്താ ചെയ്യലേ അഭിപ്രായം പറയാതൊക്കെ പോയിക്കൊള്ളി അറിഞ്ഞു നമ്മൾ. അപ്പോൾ അഭിപ്രായം ഒന്നും പറയണില്ല മുത്തുമണികൾ നമ്മളെ പണി ഇങ്ങനെ നോക്കിക്കണം. നമ്മൾ ഈ പണി നടക്കുന്ന റോഡ് സൈഡിലാണ്. പിന്നെ അത് വേറെ രണ്ട് മുത്തുമണികൾ ഇവരെങ്ങനെ വന്ന് നോക്കുകയാണ്. രണ്ട് മുത്തുമണികൾ കണ്ടില്ലേ ഇവിടെ അൻപില്ല നമുക്ക്. പിന്നെ നമ്മൾ വെട്ട് തോലുകളൊക്കെ ഇങ്ങനെ വാരി കൊണ്ടുപോയിട്ടുണ്ട്. ഇതാണ് ആ തൊളഹ കണ്ടില്ലേ ഇതാണ് തൊളഹ. മുകളിൽ അതായത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. മഴ പെയ്യണ വെള്ളം കംപ്ലീറ്റ് ആഫ്റ്ററിൽ കാണിച്ചു തരാം എന്താ സംഭവം. അത് കഴിഞ്ഞാൽ തൊളഹ നമ്മൾ കണ്ട് അങ്ങനെ നമ്മൾ തുള കംപ്ലീറ്റ് അടിച്ചു. ഇതാണ് ഏറ്റ് കാട്ടിട്ടുണ്ട് നിങ്ങൾ മുറ്റത്തുനിന്ന് മേഘട്ടില്ല എങ്ങനെയുണ്ട് ആഫ്റ്റർ സെറ്റാക്കി കൊടുത്തില്ലേ. ഈ വീടിൻ്റെ മുറ്റം പരിസരം ഇങ്ങനെ മുകൾക്കുള്ള ഏറ്റ് ഫുള്ളാണ്ട് മെറുത്തിയാക്കി കൊടുത്ത് അല്ലേ. ഏതാ പണി. പിന്നെ ആ ചെറിയ പുല്ലൊന്നും പറിച്ചാൻ പറ്റില്ല. കാരണം എന്താ പറഞ്ഞാൽ അത് ആ തൊപ്പ പുല്ലാണ്. അതൊരു പാവം സാധു പുല്ല. അതൊരു ചെറിയൊരു വെയിലിട്ട് ഉണങ്ങി പോകും. ഇത് മണ്ണിൻ്റെ മതിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അത് പറിച്ച് കഴിഞ്ഞാൽ മതിലിന് ക്ഷീണമാണ്. വരുതി നേരെ മറിച്ച് ഒരു പാറമലോ പടവുമലൊക്കെ ഉള്ള ഇതാണെങ്കിൽ നമുക്ക് വരുതി എന്ത് ചെയ്യാം പോക്കാം. ഇത് മുഴുകാത്ത അവസ്ഥ ഉണ്ട്. മുടക്കം നമ്മൾ വെട്ടിയിട്ട് എന്ത് ചെയ്ത് അവർക്ക് മിയാക്കി ടോപ്പ് നമ്മൾ കാണിക്കേണ്ട ഏറ്റിൻ്റെ ഉണ്ടല്ലേ. ഏറ്റ് മാത്രമല്ല നമ്മൾ വെട്ടിയത് ഇങ്ങോട്ട് കയറ്റി വെട്ടി എപ്പോഴും വെട്ടുമ്പോൾ അങ്ങനെ വെട്ടണം. ഏറ്റ് മാത്രം വെട്ടിപ്പോയത് ഇങ്ങനെ കയറ്റി വെട്ടണം. അപ്പോൾ എന്ത് ചെയ്യും ഈ വെട്ടിൻ്റെ ഫുൾ ഫിനിഷ് ആവും. അപ്പോൾ ഇനി ഇവിടെയാണ് ആ തുളഹ ഉണ്ടായി നമ്മൾ കാണിച്ചു തരാം. അവിടെ ആ നിൽക്കണം ബിച്ചാപ്പ് മൂല്യാരാണ് നമ്മുടെ നാട്ടിലെ. ഇവിടെ ഞാൻ തുളഹ ഉണ്ടായി അത് നമ്മൾ അടച്ചു കൊടുത്തിട്ടോ വൃത്തിക്ക്. ആ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ബിച്ചാപ്പൂരിൻ്റെ ഞാൻ പറഞ്ഞ വീഡിയോസ് എടുക്കേണ്ട ബിച്ചാപ്പൂ അവർ കുഴപ്പമില്ല ഞാൻ കുടിഞ്ഞോട്ടാണ് എന്നാൽ ആയിക്കോട്ടെ. ഓൾക്ക് അൻപില്ലെങ്കിൽ പ്രശ്നമില്ല നമുക്ക്. ആരെങ്കിലും മുത്തുമണൽ കുടിഞ്ഞോട്ടേന്ന് ഇല്ല. ഇതിലെങ്ങനെ ആ റോട്ടിൽ വന്ന് വെള്ളം ഇങ്ങനെ വന്നിട്ടാണ് ഇതിലെ ആ മുറ്റത്തേക്ക് പോണത്. പെരിച്ചാമട ഉണ്ടായിട്ടുണ്ടല്ലേ ഇവിടെ വീണ കംപ്ലീറ്റ് വെള്ളം. ഇപ്പോൾ നമ്മളിതിനെന്ത് ചെയ്യുന്നത് ഇവിടെ അമ്പക്കെട്ട് വെള്ളമൊക്കെ പോകാനുള്ള വെയ്യുകളെ ശരിയാക്കി എടുത്തിന്. നമ്മൾ ചെത്തതിനെ മേലെ വായപ്പട്ട നമ്മൾ രമ്പിട്ടത് ഒലിച്ച് പോകാൻ കേട്ടോ. നല്ല മഴ ജിന്നല്ലേ. അപ്പോൾ ഇതോടെ നമ്മൾ വൈബ് ഫിനിഷ് ചെയ്യാൻ മുത്തുമണി. അപ്പോൾ അടുത്ത വീഡിയോസിനാണ്. പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മുത്തുമണികളെ.